ചിലപ്പോൾ സഹതാപം തോന്നും. ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്ത് സ്വന്തമായി ചിന്തിക്കാനുള്ള അവകാശം പോലുമില്ലാതെ അടിമകളെപ്പോലെ ജീവിക്കുന്ന ഈ പാവങ്ങളെ കാണുമ്പോൾ നേതാക്കന്മാർ പറയും, കോവർ കഴുതകളെപ്പോലെ ഈ പാവങ്ങൾ അനുസരിക്കും. നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉച്ചിയിൽ കത്തി നിൽക്കുമ്പോൾ ഇത് നട്ടപ്പാതിരയാണെന്ന് നേതാക്കൾ പറഞ്ഞാൽ ചുരുട്ടിവെച്ച തഴപ്പായെടുത്ത് നിവർത്തിയിട്ട് കിടന്നുറങ്ങും പാവങ്ങൾ. ഇരട്ടച്ചങ്കുണ്ടെന്ന് അണികൾ പാടിപ്പുകഴ്ത്തുന്ന നേതാവ് അപ്പിയിട്ട് വെച്ചിട്ട് അത് അരച്ച ചന്ദനമാണെന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ ആ അപ്പിയിൽ മുക്കി നെറ്റിയിൽ നീളത്തിലൊരു കുറിയും വരച്ച് ഗമയിൽ നടന്നു പോകും ഈ പാവങ്ങൾ. പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയില്ല, പ്രത്യയശാസ്ത്രത്തിന്റെ അർത്ഥം എന്താണെന്നറിയില്ല. എന്നിട്ട് സ്വയം വിളിക്കും സഖാവ്. തലയ്ക്ക് വെളിവുള്ളവർ വിളിക്കും അന്തം കമ്മി. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ചെങ്കൊടിയെയും നെഞ്ചേറ്റ് ജീവിക്കുന്ന യഥാർത്ഥ സഖാക്കൾ ക്ഷമിക്കുക. ജീവനും ജീവിതവും കൊടുത്ത് ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇന്നത്തെ നിലയിലെത്തിച്ച EMS-ഉം അഴീക്കോടനും അടക്കമുള്ള മൺമറഞ്ഞുപോയ സഖാക്കൾ ക്ഷമിക്കുക. പ്രസ്ഥാനത്തിനു വേണ്ടി കണ്ടവന്റെ കത്തിമുനയിൽ പിടഞ്ഞു തീർന്ന മൊയ്യാരത്ത് ശങ്കരനും മൂർക്കോത്ത് ചന്ദ്രനും വട്ടവടക്കാരൻ അഭിമന്യുവും അടക്കമുള്ള രക്തസാക്ഷികളും പൊറുക്കുക. ഞാൻ പറയുന്നത് കമ്മ്യൂണിസം എന്താണെന്നറിയാത്ത, സഖാവെന്ന് സ്വയം വിളിച്ചു നടക്കുന്ന ചിന്താശേഷിയില്ലാത്ത അന്തം കമ്മികളെയാണ്. അവരെ ആദ്യം അന്തം കമ്മികൾ എന്ന് വിളിച്ച ആ മഹാനുഭാവന്റെ ഭാവനയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. നമസ്കാരം. കേരയിൽ എന്ന പിണറായി വിജയന്റെ വിഡ്ഢിത്തത്തെ ന്യായീകരിക്കാൻ നേതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചു വിട്ടത് അതേപടി വീട് വീടാന്തരം കയറി ഇറങ്ങി പാണന്മാരെ പോലെ പാടി നടക്കുന്ന സഖാക്കൾ ഞാനീ പറയുന്നതൊന്ന് കേൾക്കണം. 63,000 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന കേരയിൽ കേരളത്തിൽ വികസനം കൊണ്ടുവരുമെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കേന്ദ്രം അനുമതി നൽകാത്ത ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കേരയിൽ ഒരിക്കലും നടപ്പിലാകില്ലെന്ന് എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം, നമ്മളെക്കാൾ വ്യക്തമായി പിണറായിയും കോടിയേരിയും അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുമറിയാം. ഞാനിനി പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ വെറുതെയൊന്ന് ചിന്തിച്ചു നോക്കണം. എന്നിട്ട് കേരയിൽ എന്ന പിണറായി വിജയന്റെ മണ്ടത്തരത്തെ ന്യായീകരിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സ്മാർട്ട് സിറ്റി? കേരള സർക്കാരും ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടീകോം ഇൻവെസ്റ്റ്മെന്റും സംയുക്തമായി കൊച്ചിയിൽ സ്ഥാപിക്കാനിരുന്ന ഉദ്യമമാണിത്. ഈ പദ്ധതിയുടെ മൊത്തം മുതൽ മുടക്കിൽ 84% ടീകോമും 16% സംസ്ഥാന സർക്കാരും നൽകാമെന്നായിരുന്നു കരാർ. ഇതിലെ 60% ഭാഗത്തും IT അനുബന്ധ സ്ഥാപനങ്ങളാകണം എന്നതായിരുന്നു 2007 നവംബർ 15 ഒപ്പുവെച്ച കരാറിലെ വ്യവസ്ഥ. ഇടതുപക്ഷ സർക്കാർ സ്ഥാപിച്ച നിലവിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്കിനെ സ്മാർട്ട് സിറ്റിയുടെ മറവിൽ ടീകോമിന് കാഴ്ചവെക്കുന്നു എന്നതടക്കമുള്ള നിസ്സാര കാരണങ്ങൾ പറഞ്ഞാണ് CPM സ്മാർട്ട് സിറ്റിയെ എതിർത്തത്. അന്ന് ആരായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി? പിണറായി വിജയൻ. പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് സ്മാർട്ട് സിറ്റിക്കെതിരെ കലാപക്കൊടി ഉയർത്തിയത്. ഗെയിൽ പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ സഖാക്കളെ? എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രകൃതിവാതകത്തിന്റെ ഗുണം ലഭ്യമാക്കാനായി കൊച്ചിയിൽ സ്ഥാപിച്ചതാണ് LNG പെട്രോനെറ്റ്. അവിടെ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ പൈപ്പ് ലൈൻ വഴി മംഗലാപുരത്തേക്കും കോയമ്പത്തൂരേക്കും ഗ്യാസ് എത്തിക്കുന്നതായിരുന്നു ഗെയിൽ പദ്ധതി. ഈ പദ്ധതിയെയും എതിർത്തു CPM. ആരായിരുന്നു അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി? സംശയമെന്ത്? പിണറായി വിജയൻ തന്നെ. ലുലു ഗ്രൂപ്പിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ മാളായിരുന്നു എറണാകുളത്തേത്. ആ ലുലു മാളിനെതിരെയും സമരം നടത്തി CPM. ആരായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറി? പിണറായി വിജയനായിരുന്നു അന്നും പാർട്ടി സെക്രട്ടറി. ആ പിണറായി വിജയനാണ് ഇക്കഴിഞ്ഞ ഡിസംബർ 14 തിരുവനന്തപുരം ആക്കുളത്തെ ലുലു മാൾ ഉളുപ്പില്ലാതെ ഉദ്ഘാടനം ചെയ്തത്. 10 വർഷം മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഉളുപ്പില്ലാതെ കൊച്ചിയിലെ ലുലു മാളിനെ എതിർത്ത പിണറായി വിജയനാണ് 10 വർഷങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രിയായപ്പോൾ തിരുവനന്തപുരത്തെ ലുലു മാൾ ഉദ്ഘാടനം ചെയ്തത്. നോക്കൂ, ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇത്തരത്തിൽ തരം താഴാൻ കഴിയുന്നത്? കണ്ണൂർ എയർപോർട്ടിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെയും CPM സമരം നടത്തി. അന്നും CPM സംസ്ഥാന സെക്രട്ടറി ഈ പിണറായി വിജയൻ തന്നെയായിരുന്നു. എന്നിട്ട് കണ്ണൂരിൽ വിമാനത്താവളം വന്നപ്പോൾ മുൻമന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ മക്കൾക്ക് ആ വിമാനത്താവളത്തിൽ ഉയർന്ന തസ്തികയിൽ ജോലിയും കൊടുത്തു. നാട്ടിൽ ഏതൊരു നല്ല കാര്യം നടക്കുമ്പോഴും അതിനെ എതിർക്കും CPM. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെയും സമരം നടത്തി CPM. അന്ന് ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? പിണറായി വിജയൻ. നെടുമ്പാശ്ശേരി വിമാനത്താവള നിർമ്മാണത്തിനെയും എതിർത്തു CPM. അന്നും പാർട്ടി സെക്രട്ടറി ഇതേ പിണറായി വിജയനായിരുന്നു. കേട്ടിട്ടുണ്ടോ സഖാക്കൾ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എന്ന്? ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനലായ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിച്ചത് എറണാകുളത്തിനും വൈപ്പിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വല്ലാർപാടം എന്ന കൊച്ചു ദ്വീപിലാണ്. ഈ പദ്ധതിയെയും എതിർത്തു CPM. അന്ന് ആരായിരുന്നു പാർട്ടി സെക്രട്ടറി?
ഇതേ പിണറായി വിജയൻ തന്നെയായിരുന്നു പാർട്ടി സെക്രട്ടറി. കേരളത്തിൽ ADB ഉദ്യോഗസ്ഥർ സന്ദർശനത്തിനെത്തിയപ്പോൾ സഖാക്കൾ അവരുടെ തലവഴിയെ കരിയോയിലൊഴിച്ചിരുന്നു. ഒരക്ഷരം നേതാക്കൾ എതിർത്തില്ല. അന്നും പാർട്ടി സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇനി നിങ്ങൾ പറയൂ, ആരാണ് യഥാർത്ഥത്തിൽ വികസന വിരോധികൾ? ഇതിനെയെല്ലാം എതിർത്ത പിണറായി വിജയനല്ലേ യഥാർത്ഥ വികസന വിരോധി? ഇനിയുമുണ്ട് ചോദ്യങ്ങൾ. ഓർമ്മയുണ്ടോ കൊക്കോണിക്സ് ലാപ്ടോപ്പ്? കേരളത്തിന്റെ സ്വന്തം ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാണ് കൊക്കോണിക്സ് ലാപ്ടോപ്പ് വിപണിയിൽ ഇറക്കിയത്. വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കെൽട്രോണും കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും ആഗോള കമ്പനികളായ UST ഗ്ലോബൽ, ഇന്റൽ, ആക്സിലറോൺ എന്നിവയുടെ സംയുക്ത സംരംഭമായിരുന്നു കൊക്കോണിക്സ്. 2021 ജൂൺ വരെ വിതരണം ചെയ്തത് 2130 ലാപ്ടോപ്പുകളായിരുന്നു. ഇതിൽ തന്നെ 20% തകരാറാണെന്ന് കമ്പനി അധികൃതർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതായത് 2130 ലാപ്ടോപ്പ് വിറ്റപ്പോൾ അതിൽ 426 എണ്ണവും തകരാറിൽ. കെ-ഫോൺ കേരളത്തിലെ ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാനെന്നൊക്കെ പറഞ്ഞാണ് കെ-ഫോൺ അഥവാ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പിണറായി സർക്കാർ കെട്ടി എഴുന്നള്ളിച്ചത്. 1516.76 കോടി രൂപ ചെലവ് വരുമെന്ന് കണക്ക് കൂട്ടിയ ഈ പദ്ധതിക്ക് വേണ്ടി വായ്പ എടുത്തത് 1061 കോടി രൂപയാണ്. കണ്ണൂരും കോഴിക്കോട്ടുമൊക്കെയുള്ള സഖാക്കൾക്ക് കെ-ഫോൺ കിട്ടിയെങ്കിൽ എന്നെയും കൂടി ഒന്ന് അറിയിക്കുക. എന്റെ വീട് തിരുവനന്തപുരത്താണ്, എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. കോവിഡ് വ്യാപന സമയത്ത് പിണറായി വിജയൻ തള്ളിയത് കേരളം സ്വന്തമായി കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കും എന്നാണ്. എന്നിട്ട് എവിടെ കോവിഡ് വാക്സിൻ? ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് പടവലങ്ങ വലുപ്പത്തിൽ തൂങ്ങിക്കിടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൽ കോവിഡ് വാക്സിൻ ഉൽപ്പാദിപ്പിക്കുമെന്ന്. ഇതിൽ നിന്നു തന്നെ ഇയാൾ ഒരു പമ്പര വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഒരു കാര്യം കൂടി അറിയണം നിങ്ങൾ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിലവിലുള്ള റെയിൽവേ പാതയ്ക്ക് പുറമെ ഒരു പാത കൂടി നിർമ്മിച്ച് 160 കിലോമീറ്റർ വേഗതയിൽ ട്രെയിൻ ഓടിക്കാനുള്ള പദ്ധതികൾ പുരോഗമിച്ചു വരികയാണ്. അതിന്റെ ആദ്യ പടിയെന്ന നിലയ്ക്ക് ഷൊർണൂർ മുതൽ എറണാകുളം വരെയുള്ള പാതയിൽ ട്രെയിൻ ഓടിക്കാനുള്ള പദ്ധതികൾ നടന്നു വരികയാണ്. ഇതിന്റെ ആദ്യഘട്ടത്തിന് വേണ്ടി 1500 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. 2025 ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ഇതൊക്കെയുള്ളപ്പോഴാണ് ഒരിക്കലും നടക്കാത്ത കെ-റെയിൽ എന്ന വിഡ്ഢിത്തവുമായി പിണറായി എത്തുന്നത്. ഇതിലൂടെ കിട്ടുന്ന ശതകോടികളുടെ കമ്മീഷൻ മാത്രമാണ് ഈ കാട്ടുകൊള്ളക്കാരുടെ ലക്ഷ്യം. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നു. എല്ലാ ചെലവുകളും, കുടുംബത്തിലുള്ളവരുടെയും വളർത്തു പട്ടിയുടെയും വരെ ചെലവ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന്. പലവിധ നികുതികൾ ഈടാക്കുന്നു. നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ പോലും തരുന്നില്ല. പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികളെ വെല്ലുവിളിച്ചുകൊണ്ട് പാർട്ടിക്കാരെയും അവരുടെ ബന്ധുക്കളെയും പിൻവാതിലിൽ കൂടി നിയമിക്കുന്നു. യാതൊരു ഗുണവുമില്ലാതെ കോടികൾ മാസവാടക കൊടുത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുക്കുന്നു. ഇവന്റെയൊക്കെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസവും കോടികളുടെ സമ്പത്തും. അതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാം. ജനാധിപത്യം എന്ന നശിച്ച വ്യവസ്ഥയിൽ ജീവിക്കുന്നവൻ അതൊക്കെ കണ്ടില്ലെന്ന് നടിച്ചേ മതിയാകൂ. പക്ഷേ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കിടപ്പാടം പോലും ബലമായി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉടമസ്ഥരായ നമ്മളറിയാതെ നമ്മുടെ ഭൂമി കയ്യേറുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറയണം. ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. കെ-റെയിൽ എന്ന പമ്പര വിഡ്ഢിത്തരത്തെ ന്യായീകരിക്കാനായി ഉളുപ്പില്ലാതെ വീട് വീടാന്തരം കയറിയിറങ്ങുന്നവന്റെയൊക്കെ മുഖത്ത് മുളക് വെള്ളം കലക്കി ഒഴിക്കണം. കാരണം പാർട്ടി ഓഫീസിൽ നേതാക്കൾ ഛർദ്ദിക്കുന്നത് അതേപടി വാരിത്തിന്ന് ന്യായീകരണം ഛർദ്ദിക്കാനായിട്ടാണ് വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഇവറ്റകൾ ഉളുപ്പില്ലാതെ ഇങ്ങനെ കയറിയിറങ്ങി നടക്കുന്നത്. ഇനിയും കെ-റെയിലിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നവനോടൊക്കെ ചോദിക്കണം, സ്മാർട്ട് സിറ്റിക്കെതിരെ സമരം ചെയ്തപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? ഗെയിൽ പദ്ധതിക്കെതിരെ സമരം നടത്തിയപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? കൊച്ചിയിലെ ലുലു മാളിനെതിരെ സമരം നടത്തിയപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? കണ്ണൂർ എയർപോർട്ടിന് സ്ഥലം ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടത്തിയപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെതിരെ സമരം ചെയ്തപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? പരിശോധനയ്ക്കെത്തിയ ADB ഉദ്യോഗസ്ഥരുടെ തലയിൽ പാർട്ടി ഗുണ്ടകൾ കരിയോയിലൊഴിച്ചപ്പോൾ ആരായിരുന്നു പാർട്ടി സെക്രട്ടറി? ഇപ്പോൾ വികസനം വേണമെന്ന് വലിയ വായിൽ നിലവിളിക്കുന്ന പിണറായി വിജയൻ തന്നെയായിരുന്നു അന്നൊക്കെ പാർട്ടി സെക്രട്ടറി. സഖാക്കളെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് നിങ്ങളുടെ പ്രസ്ഥാനം CPM ഒരു ഗുണ്ടാ പാർട്ടിയായി അധപതിച്ചത്. ഇയാൾ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് ഇത്രയേറെ അകന്നത്. നിങ്ങളുടെ പാർട്ടിയെ വിമർശിച്ചാൽ, ഏകാധിപതിയായ പിണറായി വിജയനെ വിമർശിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഇല്ലാതാക്കിയേക്കാം. പക്ഷേ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ CPM-നെയും പിണറായി വിജയനെയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി അവർ വെറുതെ ഇരിക്കില്ല, പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും കമ്മ്യൂണിസത്തിന്റെ അന്തസത്ത നിങ്ങൾ ഉൾക്കൊള്ളണം. അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാർ നിങ്ങളെ തെരുവിലിട്ട് പരസ്യമായി കൈകാര്യം ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്ന് ഓർക്കുക.